നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? ശക്തമായ പ്രതിഷേധം CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ പ്രവർത്തകർ ഒന്നടങ്കം സംഘടിക്കുകയാണ്. തലസ്ഥാനത്ത് വലിയൊരു പ്രതിഷേധം തന്നെ പ്രതീക്ഷിക്കാം. സംസ്ഥാനമൊട്ടാകെ തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധം ഉണ്ടാകും. പന്തംകൊളുത്തി പ്രതിഷേധം ഉൾപ്പെടെ വൈകുന്നേരത്തിന് ശേഷം ഉണ്ടാകും. അതിനിടയിൽ ഇപ്പോൾ ഇതാ തലസ്ഥാനത്ത് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ സംഘടിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ഹരി, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവർ ഇപ്പോൾ CPM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തേ പോകുമെന്ന് നേരത്തെ DCP വ്യക്തമാക്കുന്നു. എന്നാൽ ഓഫീസിൽ കയറി ഒരു പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്ന നിലപാടുമായി CPM പ്രവർത്തകരുമുണ്ട്. ഇപ്പോൾ CPM-ന്റെ നേതാക്കൾ ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെ നേതാക്കൾ സംസാരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ നാളായി ഉയർത്തിക്കൊണ്ടുവരുന്ന കോൺഗ്രസും BJP-യും എല്ലാം സംയുക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണിത്. കരിമണൽ കമ്പനിയിൽ നിന്ന് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല സംഭാവന വാങ്ങിയിട്ടുണ്ട്, കള്ളപ്പണം വാങ്ങിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി വാങ്ങിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമുക്കാൽ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട്, CPM ഒഴികെ. ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ED അന്വേഷിക്കുന്നത് എവിടെയാ? നിയമപരമായി എഗ്രിമെന്റ് ഉണ്ടാക്കി ഒരു സംവിധാനത്തിൽ എഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് സേവനത്തിന് തയ്യാറായിട്ടുള്ള എക്സലോജിക് എന്ന് പറയുന്ന കമ്പനി 1,81,00,000 രൂപ 3 കൊല്ലക്കാലത്തിനകത്ത് ബാങ്ക് വഴി നൽകി. അവരുടെ സേവനത്തിന് പ്രതിഫലമായി ബാങ്ക് വഴിയാണ് നൽകിയത്. ബാങ്ക് വഴി കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുന്ന പുതിയ സംഭവവികാസം ലോകത്തൊരിടത്തും ഉണ്ടാവാത്ത സംഭവവികാസമാണ് ഇന്നിപ്പോ നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. അതിന്റെ പേരിലാണ് ഈ റെയ്ഡ്. അതിന്റെ പേരിൽ ഒരുപാട് അഭ്യാസം രാവിലെ നടത്തിയ പോലീസ് ഇന്നിപ്പോ ഈ ആഫീസിനകത്തേക്ക് കയറാൻ പോവുകയാണ് പോലീസ്. ഒരു കാരണവശാലും കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ഒരു പോലീസുകാരൻ മതിയാറില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കയറാനൊക്കില്ല. ഞങ്ങൾ നേരെ ആക്രമണം നടത്തിക്കൊണ്ടല്ലാതെ പോലീസിന് ഈ ഓഫീസിനകത്ത് പ്രവേശിക്കാനാവില്ല. ഞങ്ങൾ ശക്തിയായി ചെറുക്കും. ഞങ്ങളുടെ ചവിട്ടി മതിച്ചുകൊണ്ടല്ലാതെ പോലീസിന് ഈ ഓഫീസിനകത്ത് പ്രവേശിക്കാനാവില്ല എന്ന കാര്യം ഉത്തരവാദിത്തോടെ ഞാൻ പ്രഖ്യാപിക്കുക. ഞങ്ങൾ അനുവദിക്കില്ല. പോലീസിന്റെ നരനായിട്ട് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ചോദിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല. രാഹുൽ ഗാന്ധിക്ക് സങ്കടമാണ് അറസ്റ്റ് ചെയ്യാത്തതിൽ. രാഹുൽ ഗാന്ധിയുടെ പുന്നാര അളിയൻ ജയിലിൽ പോകാതിരിക്കാൻ 180 കോടി രൂപയാണ് എയർടെൽ ബോണ്ട് കൊടുത്തത്. വിപിനെ വരിഞ്ഞു. ഹരി, ഇതാണ് CPM-ന്റെ നിലപാട്. ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉള്ളിൽ കയറി ഒരു പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ ചവിട്ടി മെതിച്ചല്ലാതെ ഞങ്ങളെ ജീവനുള്ളപ്പോൾ കയറി അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് CPM-ന്റെ മുതിർന്ന നേതാവ് ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ള പറയുന്നത്. പക്ഷേ ഇതിന്റെ അപ്പുറത്ത് ഈ റോഡിന്റെ മറുവശത്ത് DCP-യുടെ വലിയ പോലീസ് സന്നാഹമുണ്ട്. പ്രതികൾ ഈ ED വാഹനം ആക്രമിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്ന പ്രവർത്തകർ ഈ CPM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തേ പോകുന്ന നിലപാടിലാണ് പോലീസ് സംഘമുള്ളത്. അതാണിപ്പോൾ ഈ സംഘർഷാത്മക സാഹചര്യത്തിന് കാരണം. ഈ പ്രവർത്തകർ ആരുണ്ടെങ്കിലും ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ആരുണ്ടെങ്കിലും അവർ അറസ്റ്റ് ചെയ്തേ പോകൂ എന്ന നിലപാടിൽ പോലീസ് ഇവിടെ ഉറച്ചു നിൽക്കുന്നു. DCP നേരത്തെ ആ നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഒരു പ്രവർത്തകനെ പോലും പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് CPM നേതാക്കളുള്ളത്. അതാണ് ഇവിടുത്തെ ഇപ്പോൾ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിന് കാരണം. നമുക്ക് ഈ പോലീസ് സന്നാഹം ഇവിടെ കാണാം. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട് CPM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ. മറുഭാഗത്ത് CPM നേതാക്കളും സംസ്ഥാന നേതാക്കളടക്കമുള്ളവർ സംഘടിച്ചു നിൽക്കുകയാണ്. പ്രവർത്തകർ ഓഫീസിനുള്ളിലുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല നിലപാടാണ് CPM നേതൃത്വത്തിന് ഉള്ളത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകർ അവിടെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. എന്നാൽ CPM പ്രവർത്തകരെ മറികടന്നുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.